Hey guys, welcome back to NK Edit. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു ഫ്ലാഷ് ബ്ലർ എഫക്റ്റ് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന CapCutലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു VPN കണക്ട് ചെയ്ത ശേഷം CapCut ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മളൊരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്ലിപ്സ് ഇതേപോലെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചധികം സെറ്റിങ്സ് ചെയ്യാണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, സ്പീഡിലേക്ക് വരിക, ഇതിൽ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മളിവിടെ കസ്റ്റം കർവ് കൊടുക്കുക, ദെൻ നമ്മൾ എഡിറ്റ് ബട്ടൺ കൊടുക്കുക. ഇതിൽ നമുക്കിവിടെ കുറേയധികം പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഒരു രണ്ടാമതുള്ള പോയിൻ്റ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റും വേണ്ട. ഈ രണ്ട് പോയിൻ്റ് ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ 3 പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതിൽ നമ്മൾ സെൻട്രൽ പോയിൻ്റ് ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റത്തെ പോയിൻ്റ് വന്ന് ഇതേപോലെ നമ്മളൊന്ന് കുറച്ചൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ വേണ്ട, ഒരു ഈ ഒരു രീതിക്കൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എൻഡ് പോർഷനും ഇതേപോലെ അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിക്ക് കർവ് കറക്റ്റ്, അതായത് കസ്റ്റം കർവ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇവിടെയും ടിക്ക് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. സ്പീഡിലേക്ക് വരിക, കർവ് എടുക്കുക, കസ്റ്റം കർവ് എടുക്കുക. ഇതിലും നമ്മൾ സെയിം പ്രോസസ്സ് നമ്മളിതാ ഈ ഒരു കർവ്, അതായത് ഈ ഒരു പോയിൻ്റ് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റും ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെയും എൻഡത്തെയും പോർഷൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് എല്ലാറ്റിലും നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത എല്ലാ ക്ലിപ്പിലും ആ ഒരു കർവ്, കസ്റ്റം കർവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ എഫക്ട്സിലേക്ക് വരിക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു VPN കാര്യം. VPN കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻസൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എറർ എന്നൊക്കെ പറഞ്ഞോ, ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നൈറ്റ് ക്ലബ്ബിലേക്ക് വരിക. ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഫ്ലാഷ് ബൗൺസ് ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കുറേ ഡൗൺലോഡിങ് ഓപ്ഷനൊക്കെ കാണിക്കുന്നുണ്ടാവും. ഡൗൺലോഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള കുറച്ച് ടൈം എടുക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, സ്പീഡ്, ഇൻറ്റൻസിറ്റി, ഗ്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്പീഡ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 30ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇലാന്ന് കൊടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ബീറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ വന്ന് 0 ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലോ വന്ന് ഞാൻ 100 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതേപോലെ നമ്മളെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ഈ ഒരു ക്ലിപ്പിന് കറക്റ്റായി സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഒന്നാമത്തെ ക്ലിപ്പിന് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ, ആ ഒരു എഫക്റ്റ് ലെയർ സെലക്ട് ചെയ്ത് താഴെ കോപ്പി ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്തൊരു ലെയറിലേക്ക് കറക്റ്റായി ഇതേപോലെ സെറ്റ് ചെയ്യുക. ആ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച്, അതായത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ആ ഒരു ക്ലിപ്പിൽ ഫുള്ളായിട്ട് ഈ ഒരു എഫക്റ്റ് കറക്റ്റായി സെറ്റ് ചെയ്യണം. എഗെയിൻ നമ്മൾ കോപ്പി എടുക്കുക, അടുത്തതിൽ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതേപോലെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിലും നമുക്ക് ഡ്യൂറേഷൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ്, നിങ്ങൾ എത്ര ക്ലിപ്പിലാണോ ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നത് അത്രയും ക്ലിപ്പിലേക്ക് വന്ന് നമ്മൾ ഈ ഒരു ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ലെയറിലേക്കും നമ്മുടെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് മാത്രമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ ഓഡിയോ പാർട്ടിന് ഈ ഒരു ഇത് കറക്റ്റ് ബീറ്റിനനുസരിച്ച് മാത്രം കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് പറഞ്ഞാൽ കുറേ ആൾ മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു പ്രിവ്യൂ കാണുമ്പോൾ വലിയ ഫീലൊന്നുമില്ല. അതാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറയാൻ കാരണം, നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ഉള്ള സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ച് മാത്രം നമ്മൾ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഇതേപോലത്തെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിൽ പോവുക. ആനിമേഷനിൽ പോയ ശേഷം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോൾഡ് പറഞ്ഞൊരു എഫക്റ്റിനെ കുറിച്ച്, അൺഫോൾഡ് പറഞ്ഞൊരു ആനിമേഷനെ കുറിച്ച്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ വന്ന് 0.1 സെക്കൻഡ്സിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് പോവുക, അവിടെയും സെയിം അൺഫോൾഡ് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 0.1 സെക്കൻഡ്സിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിലും നമ്മൾ ആനിമേഷനിൽ പോയിട്ട് ആ ഒരു അൺഫോൾഡ് എന്ന് പറഞ്ഞ ആ ഒരു ആനിമേഷൻ കറക്റ്റായിട്ട് 1 സെക്കൻഡ്സിലേക്ക് ഇതേപോലെ കറക്റ്റ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ദെൻ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്കിതാ ആ ഒരു ഫ്ലാഷ് ബ്ലർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഹാലോ ബ്ലറോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എഫക്ട്സ് പോവുക, വീഡിയോ എഫക്ട്സിൽ വരിക. ഇവിടെ നമുക്ക്
ഫസ്റ്റ് തന്നെ ഇവിടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ വന്ന ഡയമണ്ട് ബ്ലർ, ഹെക്സഗണൽ ബ്ലർ എന്നൊക്കെ പറഞ്ഞ് ഹാലോ ബ്ലർ എന്നൊക്കെ പറഞ്ഞ് കുറേ ബ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലാഷും മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗിങ് ഒക്കെ ഫീൽ ചെയ്യും, പക്ഷേ ആ ഒരു എക്സ്പോർട്ടൊക്കെ ചെയ്ത് ആ ഒരു പ്രിവ്യൂവിലുള്ള ഔട്ട്പുട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബീറ്റിനനുസരിച്ച് കറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സംഭവം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമിൽ നമ്മൾ ഈ ഒരു സ്പീഡിൽ കർവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ കർവ് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു കർവ് തന്നെ എല്ലാ വീഡിയോയിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കർവിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്തുമ്പോൾ അതിനനുസരിച്ച് എല്ലാ ക്ലിപ്പിലും ചേഞ്ചസ് വരുത്തുക. ഓക്കെ, ബീറ്റ് മാർക്കൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.